നമ്മൾ കണക്ടിവിറ്റിയും വെർട്ടെക്സ് കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയും പഠിച്ചു. ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. ദ കണക്ടിവിറ്റി ആൻഡ് എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് ജി ആർ ഈക്വൽ. അതായത് ഒരു സിമ്പിൾ ക്യൂബിക് ഗ്രാഫാണ് ജി എന്നുണ്ടെങ്കിൽ അതിന്റെ വെർട്ടെക്സ് കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയും എന്താവും? ഈക്വൽ ആവും. വെർട്ടെക്സ് കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയും ഈക്വൽ ആവും. ഏതിന്റെ? ഒരു സിമ്പിൾ ക്യൂബിക് ഗ്രാഫിന്റെ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഒരു തിയറം അല്ലെങ്കിൽ കൊറോളറി ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. എ സിമ്പിൾ ക്യൂബിക് കണക്റ്റഡ് ഗ്രാഫ് ജി ഹാസ് എ കട്ട് വെർട്ടെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ കട്ട് എഡ്ജ്. അപ്പൊ ഈ റിസൾട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പ്രൂഫ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഒരു തിയറം ഇതാണ്. നമ്മൾ കണക്ടിവിറ്റി ആൻഡ് എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് ജി ആർ ഈക്വൽ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു കേസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ കേസ് ഓഫ് കണക്റ്റഡ് ക്യൂബിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നു? കണക്റ്റഡ് ആയിട്ടുള്ള ക്യൂബിക് ഗ്രാഫുകളെ കുറിച്ച് മാത്രം നോക്കുക. കാരണം ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു മീനിങ് കുറവല്ലേ. അപ്പൊ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫുകൾ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് കണക്റ്റഡ് ഗ്രാഫ് ക്യൂബിക് ഗ്രാഫ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കണക്റ്റഡ് ക്യൂബിക് ഗ്രാഫ് ആകുമ്പോൾ എന്താണ്? കാപ്പ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. ഈ ഒരു റിസൾട്ട് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ ഒരു കണക്റ്റഡ് ക്യൂബിക് ഗ്രാഫിന്റെ ഡെൽറ്റ മിനിമം ഡിഗ്രി എത്രയായിരിക്കും? എപ്പോഴും 3 ആയിരിക്കും. കാരണം ക്യൂബിക് ഗ്രാഫ് ആണല്ലോ. അപ്പൊ എന്താണ്? കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ വേർ ഡെൽറ്റ ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്തേ ഓപ്ഷൻ ഉള്ളൂ? ഡെൽറ്റ 3 ആണ്. അപ്പൊ കാപ്പയും ലാംഡയും എന്താണ്? ഡെൽറ്റനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആണ്. അപ്പൊ കെ നമുക്ക് എന്ത് 3 ഓപ്ഷൻസേ കാപ്പയ്ക്ക് ഉള്ളൂ. ഏതൊക്കെയാ? 1, 2 അല്ലെങ്കിൽ 3. ഇനി നേരത്തെ ഈ ഒരു തിയറം അനുസരിച്ച് എന്താണ്? ഫോർ എ സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് കാപ്പ ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽ ടു 1 ആണ്. അല്ലെ? കാപ്പ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്? ലാംഡ എപ്പോഴും 1 ആണ്. അത് നേരത്തെ തിയറം അനുസരിച്ചാണ്. അപ്പൊ എന്താണ്? കാപ്പ ഈക്വൽ ടു 1 ആകുമ്പോൾ ലാംഡ 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു 3 ആണ്. അപ്പൊ എന്താണ്? ഈ ഒരു കേസിൽ അതായത് കാപ്പ 1 ആകുകയാണെങ്കിൽ ലാംഡയും എപ്പോഴും 1 കിട്ടും. അപ്പൊ ആ ഒരു കേസ് ട്രൂ ആണ്. ഇനി നമുക്ക് അപ്പൊ ആകെ എന്ത് ഓപ്ഷൻസ് നമുക്കുള്ളൂ? ഡെൽറ്റ 3 ആയതുകൊണ്ട് ക്യൂബിക് ഗ്രാഫ് ആയതുകൊണ്ട് ഡെൽറ്റ 3 ആണ്. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഡ്ജ് കണക്ടിവിറ്റിയും വെർട്ടെക്സ് കണക്ടിവിറ്റിയും എപ്പോഴും ഈക്വൽ ആണ്. ഏതിന്? ഒരു ക്യൂബിക് ഗ്രാഫ് ജിക്ക്. അപ്പൊ ഒരു ക്യൂബിക് ഗ്രാഫിന് അതിന്റെ മിനിമം ഡിഗ്രി 3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ഓപ്ഷൻസേ ഉള്ളൂ? കെ ഈക്വൽ ടു 1, 2, 3. അപ്പൊ ഈ 3 കേസിലും കാപ്പ ഈക്വൽ ടു 1 ആവുമ്പോൾ ലാംഡ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. കാപ്പ ഈക്വൽ ടു 2 ആവുമ്പോൾ ലാംഡ 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. കാപ്പ ഈക്വൽ ടു 3 ആവുമ്പോൾ ലാംഡ ഈക്വൽ ടു 3 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൽ കാപ്പ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്താണ്? എപ്പോഴും എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 1 കിട്ടും. അത് നേരത്തെ തിയറം. അതിൽ കെ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ലാംഡ ഈക്വൽ ടു 1 ആണ് പ്രീവിയസ് തിയറം അനുസരിച്ച്. ഇനി കാപ്പ ഈക്വൽ ടു 3 ആണെന്ന് വെക്ക്. അപ്പൊ എന്താണ്? നമ്മൾക്ക് ഓൾറെഡി ഉള്ള റിസൾട്ട് ആണ് കാപ്പ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. ഇവിടെ ഡെൽറ്റ 3 ആണ്, കാപ്പ 3 ആണ്. അപ്പൊ പിന്നെ ലാംഡക്ക് എന്തേ ഓപ്ഷൻ ഉള്ളൂ? ലാംഡ എന്തായാലും 3 ആയേ പറ്റൂ. അപ്പൊ രണ്ട് കേസ് എന്തായാലും ട്രിവിയൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. ഒന്നെന്താണ്? കെ ഈക്വൽ ടു 1 ആവുമ്പോൾ ലാംഡയും 1 ആണ്. കെ ഈക്വൽ ടു 3 ആവുമ്പോൾ ലാംഡയും 3 ആണ്. അപ്പൊ ഇനി ഏത് കേസാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? കെ ഈക്വൽ ടു 2 ആവുമ്പോൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ എന്താ ഇത് കെ അല്ല കേട്ടോ, കാപ്പയാണ്. കാപ്പ ഈക്വൽ ടു 2 ആവുന്ന കേസ്. ലെറ്റ് യു വി ഈസ് എ 2 വെർട്ടെക്സ് കട്ട് ഓഫ് ജി. അല്ലെ? യു വി എന്ന് പറയുന്നത് ജിന്റെ ഒരു വെർട്ടെക്സ് കട്ടാണ്. അതായത് എന്താ മീനിങ്? 2 വെർട്ടെക്സ് കട്ടാണ്. ഈ രണ്ട് വെർട്ടെക്സുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്താവും? ഡിസ്കണക്റ്റഡ് ആവും. ദ ഡിലീഷൻ ഓഫ് യു വി റിസൾട്ട്സ് ഇൻ എ ഡിസ്കണക്റ്റഡ് സബ് ഗ്രാഫ് ജി ഡാഷ് ഓഫ് ജി. അല്ലെ? അപ്പോൾ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഈ രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്ത ഗ്രാഫാണ് ജി ഡാഷ്. അപ്പൊ ജി ഡാഷ് എന്താണ്? ഡിസ്കണക്റ്റഡ് ആണ്. Since each u and v must be joined to each component of g dash, and since g is cubic, g dash can have at most 3 components. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യൂബിക് ഗ്രാഫ് ആണ്. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്ത രണ്ട് വെർട്ടെക്സ് എന്തൊക്കെയുള്ളത്? നമുക്ക് യുവും വിയും ഉണ്ട്. അല്ലെ? യുവും വിയും ഉണ്ട്. ക്യൂബിക് ഗ്രാഫ് ആയതുകൊണ്ട് ഓരോ വെർട്ടെക്സിൽ നിന്നും എന്താണ് എന്താ ഉണ്ടാവുള്ളൂ? 3 എഡ്ജുകളാണ് ഓരോ വെർട്ടെക്സിലേക്കും ഇൻസിഡന്റ് ആയിട്ട് ഉണ്ടാവുക. So, since u and v must be joined to each component of g dash, and since g is cubic, g dash can have at most 3 components. അല്ലെ? കാരണം എന്താ? ഇവിടുന്ന് ഒരു യുവിൽ നിന്നൊരു ഇത് പോവും. യുവിൽ നിന്ന് എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. അതുപോലെ വിയിൽ നിന്ന് 3 ഉണ്ടാവും. അപ്പൊ ഇത്
യുവിൽ നിന്ന് ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. അത് എന്തൊക്കെയോ വേറെ ഇവിടുന്ന് വേറെയും എഡ്ജുകളൊക്കെ ഉണ്ടാവാം കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു യുവിൽ നിന്നും വിയിൽ നിന്നും പോകുന്ന എഡ്ജുകൾ മാത്രമായിട്ട് കണക്ട് ചെയ്ത്. അപ്പൊ നമ്മൾ എന്താ റിമൂവ് ചെയ്യുന്നത്? യുവും വി ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ യുവും വിയും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. അപ്പൊ ഇത് എത്ര രീതിയിൽ നമുക്ക് മാക്സിമം ഡിസ്കണക്റ്റഡ് ആവും? 3 കോമ്പണന്റ് മാക്സിമം ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇഫ് ജി ഡാഷ് ഹാസ് 3 കോമ്പണന്റ്സ്, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ആ കോമ്പണന്റുകളെ G1, G2, G3 എന്ന് വിളിക്കാം, അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തു? EI ആൻഡ് FI ജോയിൻ റെസ്പെക്റ്റീവ്ലി U ആൻഡ് V വിത്ത് GI, അല്ലെ? അതായത് E1 എന്ന് പറയുന്നത് എന്താണ്? യുവും G1ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജ് ആണ്. E2 എന്ന് പറയുന്നത് യുവും G2ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജ്. അതുപോലെ E3 എന്ന് പറയുന്നത് യുവും G3ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജ്. അതുപോലെ തന്നെ F1, F2, F3. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിയും G1ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജ് ആണ് F1. വിയും G2ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജ് ആണ് F2. വിയും G3ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജ് ആണ് F3. അങ്ങനെയാണെങ്കിൽ ഈച്ച് പെയർ EI FI ഈസ് ആൻ എഡ്ജ് കട്ട് ഓഫ് G. എന്താണ് ഈ ഒരു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ E1ഉം F1ഉം അങ്ങ് കട്ട് ചെയ്യാം. അപ്പൊ എന്തായി? G എന്ന് പറയുന്ന ഗ്രാഫ് എന്താണ്? ഡിസ്കണക്റ്റഡ് ആവും. കാരണം ഇത് 3 കോമ്പോണന്റ് ആണുള്ളത്, അല്ലെ? ഈ രണ്ട് എഡ്ജുകൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ഗ്രാഫ് ആയിട്ട് മാറും. ഇവിടുന്ന് വേറെ എഡ്ജുകൾ ഉണ്ടാവാട്ടോ. ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് വേറെയും എത്ര എണ്ണം ഉണ്ടാവും? 2 എഡ്ജുകൾ പോകുന്നുണ്ടാവും. ഈ ഒരു വെർട്ടെക്സിൽ നിന്നും 2 എഡ്ജുകൾ പോകുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു F1ഉം E1ഉം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായി? ഈ ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അല്ലെങ്കിൽ എന്താണ്? E2ഉം F2ഉം ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അതുപോലെ E3ഉം F3ഉം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അതാണ് പറഞ്ഞത് ഈച്ച് പെയർ EI FI ഈസ് ആൻ എഡ്ജ് കട്ട് ഓഫ് G. അത് ഏത് കേസ്? ഈ G ഡാഷിന് 3 കോമ്പണന്റ് ഉണ്ടെങ്കിൽ. അപ്പൊ G ഡാഷിന് എന്താണ്? അറ്റ്മോസ്റ്റ് 3 കോമ്പണന്റ് ഉണ്ടാവും. അപ്പൊ എന്താണ്? 3ൽ കുറവും ആവാം കോമ്പണന്റ്സ്. അപ്പൊ ഇനി എന്താണ്? 2 കോമ്പണന്റുകളുള്ള, കാരണം ഡിസ്കണക്ട് ആകുമ്പോൾ മിനിമം 2 കോമ്പണന്റ് എങ്കിലും വേണമല്ലോ. അപ്പൊ ആ കേസ് കൺസിഡർ ചെയ്യുക. ഇഫ് G ഡാഷ് ഹാസ് ഓൺലി 2 കോമ്പണന്റ്സ് G1 ആൻഡ് G2. അപ്പൊ പല കോമ്പിനേഷൻസ് വരാം, അല്ലെ? യുവിൽ നിന്ന് എന്താണ്? 3 എഡ്ജസ് ആണുള്ളത്. അതുപോലെ വിയിൽ നിന്ന് 3 എഡ്ജസ് ആണുള്ളത്. ഈച്ച് ഓഫ് യു ആൻഡ് വി ജോയിൻ ടു വൺ ഓഫ് G1 ആൻഡ് G2, അല്ലെ? ഓരോ യുവും വി എന്താണ്? ഏതെങ്കിലും ഒന്നുകിൽ G1നോട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ G2നോട് ബൈ എ സിംഗിൾ എഡ്ജ് സേ E, അല്ലെ? കാരണം 3 എണ്ണാണുള്ളത്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പൊ ആകെ എന്തേ ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ? ഒന്നില് രണ്ടെണ്ണം ഇതിലേക്ക് പോകണം, ഒന്ന് ഇതിലേക്ക് പോകണം. അല്ലെങ്കിൽ എന്താണ്? 2 എണ്ണം ഇതിലേക്ക് പോകണം, ഒന്ന് ഇതിലേക്ക് പോകണം. പിന്നെയുള്ള എന്താണ്? ഒന്ന് ഇതിലേക്കും പോയിട്ട് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് യുവും വിയും തമ്മിലുള്ള ഒരു കണക്ഷനും. അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഈ 3 ഓപ്ഷനിൽ എടുത്ത് നോക്കൂ. ഈച്ച് യു ആൻഡ് വി ജോയിൻ ടു വൺ ഓഫ് G1 ആൻഡ് G2 ബൈ എ സിംഗിൾ എഡ്ജ് സേ E ആൻഡ് F. ആ ഒരു സിംഗിൾ എഡ്ജ് ആയിട്ട് വരുന്നതിന് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തു? E ആൻഡ് F എന്നുള്ളത് ഡിനോട്ട് ചെയ്യാം. സോ ദാറ്റ് EF ഈസ് ആൻ എഡ്ജ് കട്ട് ഓഫ് G. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ ഇയും എഫും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എഡ്ജ് കിട്ടും. കാരണം എന്താ? ഈ യുവിൽ നിന്ന് ഒരു എഡ്ജ് മാത്രമായിട്ട് വരുന്ന G2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അതിനെ നമ്മൾ E എന്ന് ഡിനോട്ട് ചെയ്തു. വിയിൽ നിന്നും G2ലേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട്, അതിനെ F എന്ന് ഡിനോട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താ? ഈ കേസിൽ എന്താണ്? യുവിൽ നിന്ന് G2ലേക്കുള്ള എഡ്ജിനെ ഇയും വിയിൽ നിന്ന് G1ലേക്കുള്ള എഡ്ജിനെ F എന്നും ഡിനോട്ട് ചെയ്തു. അതുപോലെ ഈ കേസിൽ എന്താണ്? ഒന്നുകിൽ ഇത് EF ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഇത് EF ആക്കി എടുക്കാം. ഏത് EF ആക്കി എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? 2 എണ്ണം, അല്ലെ? ഇൻ ഐദർ കേസ് എക്സിസ്റ്റ് ആൻ എഡ്ജ് കട്ട് കൺസിസ്റ്റിംഗ് ഓഫ് 2 എഡ്ജസ്. രണ്ടിലും എന്താണ്? 2 ആണുള്ളത്. അപ്പൊ ലാംഡ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് കിട്ടും. കാരണം എന്താ? എഡ്ജ് കട്ട് എന്താണ്? ഒന്നുകിൽ 2 ആവും, അല്ലെങ്കിൽ അതിൽ കുറവാകും. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ കഴിഞ്ഞ തിയറം വെച്ചിട്ട് കാപ്പ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു 3, അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് കാപ്പ ഈക്വൽ ടു 2 ആണ് നമ്മൾ ഇപ്പൊ എടുത്ത് കൺസിഡർ. അപ്പൊ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. അതായത് ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ ഈ 2 ഇനീക്വാലിറ്റിയും കൂടെ, ഈ ഒരു ഇനീക്വാലിറ്റിയും ഈ ഒരു 2 ആൻഡ് 3 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പൊ ഇത് നിങ്ങളൊരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇത് ഗ്രാഫിന്റെ ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ടാണ് വെരിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഈ G1ന്റെ അകത്ത് കാണുന്ന 2 വെർട്ടെക്സുകൾ തമ്മിൽ വേറെയും 2 എഡ്ജസുകൾ ഇന്ന് പോകുന്നുണ്ടാവും. ഒന്നും കൂടെ അത് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോംവർക്ക് ചെയ്യുക. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്യൂബിക് ഗ്രാഫ് G1 ആൻഡ് G2, G3 വിത്ത് kappa of G1 equal to 1, kappa of G2 equal to 2 and kappa of G3 equal to 3 ആവുന്ന രീതിയിൽ എക്സാമ്പിൾസ് കൊടുക്കുക.